എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത് വചനം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്തു ഭക്തനിലുണ്ടായിരിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാവമായിരിക്കണം എന്ന് വിശുദ്ധ പൗലോസ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ താഴ്ചയിലെ 7 പടികളെക്കുറിച്ചാണ് ഈ വാക്യങ്ങൾക്കുള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ ഏകജാതനായ മകൻ എന്ന നിലയിൽ, ലോകരക്ഷകൻ എന്ന നിലയിലൊക്കെ യേശുക്രിസ്തുവിന് ഉന്നതമായ നിലവാരത്തിൽ മുൻപോട്ട് പോകാമായിരുന്നു. എങ്കിലും തൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് എന്ന ബോധ്യത തനിക്കുള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്വങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി സ്വയം താഴ്മ ധരിക്കുവാൻ മനസ്സ് കാണിച്ച യേശുക്രിസ്തുവിൻ്റെ ഭാവത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. 5-ാം വാക്യം പറയുന്നത്, തന്നെത്താൻ താഴ്ത്തുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു യേശുവിനെ അവിടെ ചിത്രീകരിക്കുകയാണ്. മാത്രമല്ല, അവൻ്റെ സ്വമത്വം മാറ്റിവെക്കുന്നതായ ചരിത്രമാണ്. പിതാവായ ദൈവത്തോടൊപ്പം നിൽക്കുവാൻ, ഒപ്പമിരിക്കുവാനായിട്ട് കഴിയുമായിരുന്നു എങ്കിലും ആ സമത്വത്തെ മാറ്റിവെക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഒരു യേശു. പിതാവായ ദൈവത്തോടുള്ള സമത്വം ഒരു ത്യാഗപൂർണമായ ശുശ്രൂഷയുടെ ഭാഗമാക്കി തൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഭാവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ദാസരൂപമെടുക്കുവാനായിട്ട് ലോകരക്ഷകനായി പിറന്നിട്ടും ഒരു ദാസനെ പോലെ എന്തും ചെയ്യുവാനായിട്ടുള്ള സമർപ്പണത്തോടുകൂടി നിൽക്കുന്ന ഒരു യേശുവിനെയാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. മനുഷ്യ സാദൃശ്യത്തിലാകുകയും തന്നെത്താൻ താഴ്ത്തുകയും മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ യേശു സമ്മതനായി തീർന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തൻ്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടി സ്വയം തന്നെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം തന്നെ ഫലമേൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിപ്പാൻ താൻ ഉത്സാഹിച്ചു എന്നും അത് ചെയ്തെടുക്കുവാൻ തനിക്ക് സാധിച്ചു എന്നും തൽഫലമായി 7 തലങ്ങളിൽ താൻ താഴ്ത്തപ്പെട്ടപ്പോൾ 7 തലങ്ങളിൽ ദൈവം തന്നെ ഉയർത്തിയതും 9 മുതൽ 11 വരെ വാക്യങ്ങളിൽ ആർപ്പിച്ചിട്ടുമുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവരും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി നമ്മാലാവോളം അധ്വാനിക്കുന്നവരും പ്രയത്നിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സ്വയം സമർപ്പിക്കുന്നവരായി തീരാം. യേശുക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി നമുക്കും തീരാം. അതിനുവേണ്ടി നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഉന്നതിയെ വെടിഞ്ഞിട്ടാണ് ലോകത്തിലേക്ക് വരികയും ഒരു മനുഷ്യ സാദൃശ്യത്തിലായി
തന്നെത്താൻ താഴ്ത്തി മരണത്തോളം അനുസരണമുള്ളവരായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.